പറഞ്ഞില്ലേ റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ടാറ്റ ടിയോഗക്കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. തീർന്നിട്ടില്ല, ഒരു മലേഷ്യൻ ട്രിപ്പും കൂടി ഉണ്ട്. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം. ചേലക്കര പുലാക്കോട് CPIM ബ്രാഞ്ച് കമ്മിറ്റിയുടെയും 8ാം വാർഡ് മെമ്പർ ഫാത്തിമ വഫയുടെയും നേതൃത്വത്തിൽ പ്രതിഭോത്സവം 2026 സംഘടിപ്പിച്ചു. കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും യോഗം സംഘടിപ്പിച്ചത്. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ച് നമ്മുടെ കുട്ടികളെ ആദരിക്കാൻ തീരുമാനിച്ച CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയും 8ാം വാർഡിലെ ജനപ്രതിനിധിയും അതിനുവേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഇവിടുത്തെ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ അനുമോദന യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കി ഈ അനുമോദനത്തിന് അർഹരായ മുഴുവൻ കുട്ടികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഗവൺമെന്റിൽ മദർസ നേടിയ വിദ്യാർത്ഥി നിരഞ്ജൻ PR, സഫാനസ്, നവജിത്ത് R, മുഹമ്മദ് യാസീൻ മുതലേ കുറ്റ മാതാപിതാക്കളെ സമ്മാനിക്കും. SSLC +2 LSS USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് പ്രതിഭോത്സവത്തിൽ അനുമോദിച്ചത്. 8ാം വാർഡ് മെമ്പർ ഫാത്തിമ വഫ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ടീച്ചർ, പങ്ങാരപ്പള്ളി ലോക്കൽ സെക്രട്ടറി KS ശ്രീകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷലീൽ, സെക്രട്ടറി മണികണ്ഠൻ, TV മോഹൻദാസ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നന്ദകുമാർ, പഞ്ചായത്ത് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ, ഷാജി, സുരേഷ്, രമേശ്, ഷഫീഖ്, ഷാഹുരാജ് എന്നിവർ സംസാരിച്ചു. എന്തായാലും ഇപ്പോൾ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ബഹുഭൂരിപക്ഷ വിദ്യാർത്ഥിനികളോ തുടർ വിദ്യാഭ്യാസത്തിന് അവരവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾ തിരഞ്ഞെടുത്തു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇത്രയൊന്നും സൗകര്യമില്ലാതിരുന്ന ഒരു നിയോജക മണ്ഡലം ഇന്ന് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു നിയോജക മണ്ഡലമായി മാറിയതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതാണ് എന്ന് ഈ സന്ദർഭത്തിലെങ്കിലും നാം തിരിച്ചറിയേണ്ടതുണ്ട്. 1996 മുതൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ MLA എന്ന നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും സ്പീക്കർ എന്ന നിലയ്ക്കും ഈ നിയോജക മണ്ഡലത്തിൽ തുടങ്ങിവെച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനവ് മൂലം നിങ്ങൾക്കൊക്കെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ടാകും എന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV. മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടു കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.